സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മൂല്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ജാതി, മതം, വർഗം, വർണ്ണം, വ്യത്യാസങ്ങൾ, ഇത്തരം വ്യത്യാസങ്ങൾ ഇല്ലാതെ പോവുകയും ഏതെങ്കിലുമുള്ള തരത്തിലുള്ള വിഭാഗീയതകൾ മനസ്സിലുള്ളവർ പോലും ഇത്തരം സാംസ്കാരിക കൂട്ടായ്മകളിൽ അതൊക്കെ മാറ്റിവെച്ച് ഒരുമിക്കാൻ പറ്റുന്ന വേദിയായി അതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരു നാട്ടിലൊരു സാംസ്കാരിക സംഘടന നിലവിൽ വരുന്നു, അത് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ആ നാട്ടിലുള്ളവരുടെ മനസ്സ് കുറച്ചൊക്കെ സംസ്കൃതമായിരിക്കുന്നു, അത് സംസ്കരിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാവുന്നത്. അപ്പൊ അത്തരമൊരു മാനസിക നിലയുള്ള ചെറുപ്പക്കാരുണ്ടാകുമ്പോൾ നാട്ടിൽ ഏറ്റവും ശാന്തി ഉണ്ടാകുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ അവരുടെ വീട്ടുകാർക്ക് തന്നെയാണ്. കാരണം ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് മാതാപിതാക്കളാണ്. ചെറുപ്പക്കാരെ കുറിച്ചുള്ള വേവലാതികൾ നിറഞ്ഞ ഒരു ജീവിതമാണ്. ഓരോ ദിവസത്തെയും പത്രം ഒരു കുറ്റപത്രം പോലെ നമ്മുടെ മുമ്പിൽ നിരക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ എവിടെയെല്ലാം എങ്ങനെയെല്ലാം പോയി, ഏതെല്ലാം വഴിയിൽ പോയി, ഏതെല്ലാം വഴിയിൽ പോയി കുറ്റവാളികളാകുന്നു, അല്ലെങ്കിൽ മറ്റെന്തെല്ലാം ഏതെല്ലാം അപകടത്തിൽ ചെന്നപ്പെടുന്നു. ഇത്തരം വേവലാതികളിൽ ഇരിക്കുന്ന ആശങ്കകളുള്ള അമ്മമാരുള്ള ഒരു നാടാണ് കേരളം എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇവിടെയാണ് സാംസ്കാരിക കൂട്ടായ്മ എന്താണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും ദർശനം. മനുഷ്യന് മറ്റേ എവിടെയും വിഭാഗീയത ഉണ്ട് എന്നുള്ളതാണ്. മറ്റേത് വിഷയത്തിൽ ചെന്നുപെട്ടാലും നമുക്ക് വിഭാഗീയത ഉണ്ട്, അങ്ങനെ ആയിപ്പോയി നമ്മൾ എന്നുള്ളതാണ് ഒരു സത്യം. ഒരു വിഷയം വരുമ്പോൾ അതിന്റെ ഉള്ളിൽ അതായത് പണ്ട് ഒരു പഴയ ന്യായം പറയാറുണ്ട്. പിന്നെ കുക്കുട ന്യായം എന്നൊരു ന്യായമുണ്ട്. അത് കുക്കുട കോഴിയുടെ ന്യായം എന്താ വെച്ചാൽ അത് ഈ കുപ്പ ഒക്കെ ചെലഞ്ഞിട്ട് അതിൽ രത്നമുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി വെച്ചിട്ട് അതിനിടയിൽ പുഴുണ്ടോ എന്ന് അന്വേഷിക്കും. അപ്പൊ ഇത്തരം മനസ്സോടുകൂടി ഏത് വിഷയത്തിലും വർഗീയത, ജാതി, രാഷ്ട്രീയം ഇത്തരം കാര്യങ്ങൾ കൊത്തിപ്പെറുക്കാൻ ശ്രമിക്കുന്നവർ ഇത്തരം സാംസ്കാരിക സംഘടനകൾ കണ്ടുപിടിക്കേണ്ടതാണ്. സാംസ്കാരിക കൂട്ടായ്മകൾ എന്ന് പറയുന്നത് ഇത്തരം വിഭാഗീയതകളിൽ നിന്നൊക്കെ മനസ്സ് മാറ്റിയിട്ട് അവിടെ ഞാൻ നിങ്ങളും ഈ രാജ്യത്തിന്റെ ഭാഗമാണെന്നും ഇവിടെ നമ്മൾ തുറന്ന കണ്ണുകളാൽ ഇരിക്കണം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. നിലാവ് എന്നത് ഒരു തുറന്ന കണ്ണാണ്, രാത്രിയിലും തുറന്നിരിക്കുന്ന ഒരു കണ്ണ്, ഈശ്വരന്റെ കണ്ണാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നിലാവ് എന്നുള്ളത് രാത്രിയുടെ സ്വന്തമായിരിക്കുന്ന വെളിച്ചമാണ്. അപ്പൊ രാത്രിക്ക് മാത്രം സ്വന്തം വെച്ചാൽ രാത്രിയിലും ഉണർന്നിരുന്നേ പറ്റൂ എന്നുള്ളതാണ് ഈ നാടിന്റെ നമ്മുടെ ഇന്ന് നാട്ടിടയിൽ ഉള്ള ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്നുള്ളതാണ്. അപ്പൊ ഈ ഉണർന്നിരിക്കുന്ന ഏതിരുട്ടിലും ഉണർന്നിരിക്കുന്ന കണ്ണുപോലെ നിങ്ങളുടെ മനസ്സും ഉണർന്നിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ വരാൻ വളരെ അധികം നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം വളരെയധികം തിരക്കുള്ള ഒരു സമയമാണ്. ഇപ്പോൾ എൻ്റെ 2-3 സിനിമകൾ ഇപ്പോൾ ഒരേ സമയം പൊക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മാണിക്യക്കല്ല് എന്നൊരു സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിടയിൽ ആരും സിനിമ കാണുന്നവരില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ എല്ലാവരും ആരെങ്കിലും പോയി കണ്ടോ? മാണിക്യക്കല്ല് എന്നൊരു സിനിമ കണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. ഇന്നലെ ഇറങ്ങിയ ഒരു സിനിമ കാണാൻ അത്ര പെട്ടെന്ന് ഓടിപ്പോകുന്ന രീതിയിൽ നമ്മുടെ നാട്ടുകാർ അങ്ങോട്ട് മാറി. പണ്ടൊക്കെ ഈ വെക്കേഷൻ കാലം എന്ന് പറഞ്ഞാൽ തിയേറ്ററുകൾ പോയി ക്യൂ നിൽക്കുന്ന കുട്ടികളുടെ ഒരു വലിയ നിര കാണാവുന്ന കാലമാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ മറ്റു രീതിയിലുള്ള ഒരുപാട് വിനോദങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട് സിനിമയൊന്നും ആരും കാണാൻ പോകില്ല. പക്ഷേ വലിയൊരു കുഴപ്പം നമ്മുടെ ചെറുപ്പക്കാരുടെ ഉള്ളത്, സിനിമക്കാർ എന്ന നിലയിലുള്ള ഒരു പരാതി, ഈ കമ്പ്യൂട്ടറിൽ ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ട്. കോടിക്കണക്കിന് രൂപയ്ക്ക് മുടക്കി ആളുകൾ സിനിമ ചെയ്തിട്ട് അത് നമ്മുടെ ചെറിയ കുട്ടികൾ, ചെറുപ്പക്കാർ, അത് ഇവിടെ നാട്ടിലുള്ളവരല്ല ഒരു കൂടുതൽ, മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇരുന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് കാണുകയാണ്. അപ്പോൾ നമ്മുടെ പോലീസിനൊക്കെ അവിടെ പോയി അവരെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ചൂഷണത്തിന് ഉപാധികളായി നമ്മുടെ കുട്ടികൾ മാറുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് ഞാൻ പറയുന്നത്, ആശങ്കകളുടെ കാലമാണ്, അമ്മമാരുടെ ആശങ്കകളുടെ കാലം. ആ ആശങ്കകളിൽ നിന്നൊക്കെ വിട്ട് നല്ലൊരു നിലാവ് പെയ്യുന്ന മനസ്സുള്ള കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ടാവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഈ പരിപാടി ഒരു കവിത ചൊല്ലി ഞാൻ ഉദ്ഘാടനം ചെയ്യാം. ഒരു കവിത ചൊല്ലിക്കോട്ടോ? ആയിക്കോട്ടെ, കവിത ചൊല്ലിക്കൂട്ടെ എന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഏവരും ഒരുപാട് പാട്ടുകൾ കേൾക്കുന്നതാണ്. ഇപ്പൊ എന്റെ ഏറ്റവും പുതിയ പാട്ട്, നാടായാലൊരു സ്കൂള് വേണം, എന്തോറ്റി, നാടായാലൊരു സ്കൂള് വേണം, സ്കൂളിൽ പിള്ളാരും വേണം, പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം, കേട്ടോ സ്നേഹിതരെ. പാട്ട് കേട്ടോ? അങ്ങനെ ടി വിയിലൊക്കെ വന്നു തുടങ്ങിയത്.
കാണുമെന്ന് തുടങ്ങില്ലേ. അപ്പോൾ അതാണ് എൻ്റെ പുതിയ ഇപ്പോൾ വരുന്ന പാട്ട്. ഈ നാടായാൽ ഒരു സ്കൂൾ വേണം എന്ന പോലെ നമുക്ക് നാടായാൽ വേണ്ട വേറൊരു കാര്യമാണ്, നാടായാൽ വേണ്ട മറ്റൊരു കാര്യമാണ് സാംസ്കാരിക സംഘടനകൾ വേണം എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഇനി പാടേണ്ട ഒരു പാട്ട്. ഞാനൊരു പഴയ കവിത ചൊല്ലാം. വിൽക്കുവാൻ വച്ചിരിക്കുന്ന പക്ഷികൾ എന്നാണ് കവിതയുടെ പേര്. ഒരു വേടന്റെ വലയിൽ വീണുപോയ ഇണക്കിളികൾ. ആ കിളികളെ വേടൻ വിൽക്കുവാൻ വച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആ കിളികളിൽ ആൺകിളി പാടുന്നു എന്നാണ് ഈ കവിതയിലെ സങ്കല്പം. വലയിൽ വീണ കിളികളാണു നാം, വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്ക് കണ്ണു ചിന്നു നീ, വഴിയിലെന്ത് നമ്മൾ പാടണം, വെയിലെറിഞ്ഞ വയലിലന്നു നാം, കൊയ്ത്തു പാട്ടു കേട്ടു പാറവേ, ഞാനൊടിച്ച കതിരു പങ്കിടാ, കൂടണഞ്ഞ പെൺകിടാവു നീ, വേടനിട്ട കെണിയിൽ വീണു നാം, വേർപ്പെടുന്നു നമ്മളേകരായി, കൂട്ടിലന്ന് പങ്കുവച്ചൊരാ പൊൻകിനാക്കളിനി